നമസ്കാരം. ഇറാന്റെ സഹായത്തിന് റഷ്യ എത്തി. അമേരിക്കയെ പറപ്പിക്കാൻ പുടിന്റെ പട വാഷിംഗ്ടണിൽ. ഇറാനൊപ്പം റഷ്യയുണ്ട്, പ്രതിസന്ധിയെ അതിജീവിക്കും. സർവ്വ പിന്തുണയുമായിട്ട് പുടിനെത്തുന്നു. യുദ്ധത്തിന്റെ കെടുതികളിലൂടെ കടന്നു പോകുന്ന ഇറാന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിക്കഴിഞ്ഞു. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും റഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇറാൻ ജനത നിലവിൽ പ്രയാസകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പുടിൻ നിരീക്ഷിച്ചിരിക്കുന്നു. എന്നാൽ രാജ്യം ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കുമെന്നും എത്രയും വേഗം സമാധാനം പുലരുമെന്നും റഷ്യൻ പ്രസിഡന്റ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അയച്ച സന്ദേശത്തിന് പുടിൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധം കൂടുതൽ കരുത്തോടെ തുടരാൻ മോസ്കോ ആഗ്രഹിക്കുന്നതായിട്ട് കൂടി പുടിൻ വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനായിട്ട് റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുടിൻ പറഞ്ഞതായിട്ട് ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ തന്നെ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായിട്ടും അർഗാച്ചി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ റഷ്യയിലെത്തിയ അബ്ബാസ് അർഗാച്ചി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകളുടെ പ്രാധാന്യം അതെടുത്തു പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞുവെന്നും രാജ്യം സുസ്ഥിരമായിട്ടുള്ള നിലയിലാണ് എന്നും കൂടി അർഗാച്ചി വ്യക്തമാക്കി. റഷ്യ ഇറാന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിത്തം തുടരുമെന്നും അവർ അറിയിച്ചു. ഒമാൻ പാകിസ്ഥാൻ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിലെത്തിയതിനു ശേഷം ഈ സന്ദർശനം പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിമരുന്നിടുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം കരുതുന്നത്. ഇവിടെ ചർച്ചകൾക്കായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന ടെഹ്റാൻ പരിശോധിച്ചു വരികയാണെന്ന് അബ്ബാസ് അർഗാച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ടെലിഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റ് ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കുവാൻ കഴിയാത്തതിനാലാണ് ട്രംപ് ചർച്ചകൾക്കായിട്ട് ശ്രമിക്കുന്നത് എന്ന് റഷ്യയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അർഗാച്ചി പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായിട്ട് തന്റെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്ണറെയും ഇസ്ലാമാബാദിലേക്ക് അയക്കുവാനുള്ള തീരുമാനം ട്രംപ് റദ്ദാക്കി. ചർച്ചകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇറാന് തന്നെ സമീപിക്കാവുന്നതാണ് എന്ന് കൂടി ട്രംപ് പറഞ്ഞു. ഇറാനോട് ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ പാടില്ല എന്നും US ആവർത്തിച്ച് പറയുമ്പോഴും ഹോർമുസ് തുറക്കണമെന്ന് US മേധാവികൾ ആവശ്യപ്പെടുമ്പോഴും ഇതിനൊന്നും തലകുലുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇറാന്റെ മുമ്പിലുള്ളത്. റഷ്യയും ഇറാൻ ഒരു സഹായമായിട്ട് എത്തുമ്പോൾ അമേരിക്കയെ പറപ്പിക്കുവാൻ പുടിന്റെ പട കൂടി ഇറങ്ങുകയാണ്. അങ്ങ് വാഷിംഗ്ടണിലേക്ക് ട്രംപിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇറാന്റെ സഹായത്തിനായിട്ട് റഷ്യ എത്തുകയാണ്. ഹോർമുസ് തുറക്കണമെന്ന US-ന്റെയും UN മേധാവിയുടെയും ഒക്കെ ആവശ്യങ്ങൾ കാറ്റിൽ പറത്തുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയെ ഏത് വിധേനയും തറപ്പിക്കുക അല്ലെങ്കിൽ തളച്ചിടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വിഷയം ഇറാൻ മുന്നോട്ട് വെക്കുന്നു. കാരണം ഇസ്രായേലിനെയും അമേരിക്കയും ഇങ്ങനെ ഒരേ സമയത്തിന് ആക്രമിക്കുവാൻ പ്രതിരോധിക്കുവാൻ കരുത്തുള്ള മറ്റൊരു രാജ്യം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ അവരുടെ പ്രാദേശിക ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക പലപ്പോഴും ഒരു ചർച്ചയ്ക്ക് വേണ്ടി, ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതും അവരുടെ കാല് പിടിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിഷയങ്ങളിലും ആണവ ആയുധ വിഷയങ്ങളിലും ഒന്നും ഒരു തരത്തിലും നിലപാടുകളിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിക്കില്ല. ഇറാന്റെ സഹായത്തിന് റഷ്യ കൂടി എത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ പറപ്പിക്കുവാൻ പുടിന്റെ പട വാഷിംഗ്ടണിലേക്ക് ഇടിച്ചു കയറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.